2024 കേരള ലോ എൻട്രൻസ് എക്സാമിന് ജനറൽ നോളേജ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് എങ്ങനെ പഠിക്കണം അതാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് ആദ്യം 2024 കേരള ലോ എൻട്രൻസ് എക്സാം 5 ഇയർ LLBയിൽ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിച്ചതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോഗ്രഫി ഓഫ് ഇന്ത്യ റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ കണ്ടു. ഒരു ക്വസ്റ്റ്യൻ അല്ല, 2-3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതായത് ഇൻഡസ് വാലി റിവർ റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, യമുന റിവർ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റിൻ്റെയും ക്യാപിറ്റൽ അത് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ജോഗ്രഫി ഓഫ് ഇന്ത്യ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മോഡേൺ ഇന്ത്യ ആൻഡ് ഫ്രീഡം സ്ട്രഗിൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും മോഡേൺ ഇന്ത്യ, ആ ഒരു ഇത് റിലേറ്റ് ചെയ്തിട്ട് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അത് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതേപോലെ ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ച് അത് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ വന്നിരുന്നു. ഇനി ഇതിന് ശേഷം ആസ്ട്രോണമി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ്, അതായത് മോർണിംഗ് സ്റ്റാർ, അതുപോലെ തന്നെ സോളാർ സിസ്റ്റം, ഇത് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. പിന്നെ വേൾഡ് ജോഗ്രഫി റിലേറ്റ് ചെയ്ത് ഗ്രീൻലാൻഡ് സംബന്ധിച്ചൊരു ക്വസ്റ്റ്യൻ, സൂയസ് കനാൽ, അതേപോലെ മിസോറാം ഷെയർ ചെയ്യുന്ന ബോർഡർ, അത് റിലേറ്റ് ചെയ്ത് വേൾഡ് ജോഗ്രഫിയിൽ നിന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് നമുക്കത് ആ ഗ്രൂപ്പിൽ പെടുത്താം. അതുപോലെ തന്നെ കേരള ജോഗ്രഫി ചോദിച്ചിട്ടുണ്ട്, അതിരപ്പള്ളി വാട്ടർഫാൾസ് അത് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഫിസിക്സ് റിലേറ്റ് ചെയ്ത് ന്യൂക്ലിയർ എനർജി ഇത് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം 5 ഇയർ LLBയിൽ ജോഗ്രഫി ഓഫ് ഇന്ത്യ, മോഡേൺ ഇന്ത്യ ആൻഡ് ഫ്രീഡം സ്ട്രഗിൾ, ആസ്ട്രോണമി, വേൾഡ് ജോഗ്രഫി, കേരള ജോഗ്രഫി, ഫിസിക്സ് സയൻസ്, ഇത്രയും ടോപ്പിക്സിൽ നിന്നാണ് കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വന്നത്. ഇനി ഇത് എങ്ങനെ പഠിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ ഒരു പാറ്റേണിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് കണ്ടിട്ടാണ് GKയുടെ തന്നെ സ്പെഷ്യലായിട്ടുള്ള ഗൈഡ് ഇറക്കിയത്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ എൻ്റെ ഗൈഡ് വാങ്ങാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഗൈഡ് വെച്ചിട്ട് ഈ ടോപ്പിക്സുകൾ നിങ്ങൾ പഠിക്കണം. ഞാൻ പ്രിപ്പയർ ചെയ്ത ഗൈഡ് ഓർഡർ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുക്കാം, അതിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഗൈഡ് ഓർഡർ ചെയ്യാം. അതിൽ ഞാൻ ഈ പറഞ്ഞ ഇപ്പം നിങ്ങൾ കണ്ടുവല്ലോ 5 ഇയർ LLBയിൽ ചോദിക്കുന്ന ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ്. അപ്പം ഞാൻ ആ ഗൈഡിൽ കൊടുത്തിരിക്കുന്ന ടോപ്പിക്സ് ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ അതിൽ വേൾഡ് ഹിസ്റ്ററി കൊടുത്തിട്ടുണ്ട്. വേൾഡ് ഹിസ്റ്ററി കൊടുക്കുമ്പോൾ വേൾഡ് ഹിസ്റ്ററി പഠിച്ചു. പിന്നെ ഇന്ത്യയുടെ ഹിസ്റ്ററി, ഏൻഷ്യൻ്റ് ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ മോഡേൺ ഇന്ത്യ എന്ന് ഉദ്ദേശിക്കുന്നത് 1947 വരെ, സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ. അതിനുശേഷം ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞിട്ട് ടോപ്പിക്സ് കൊടുത്തു. അപ്പോൾ വേൾഡ് ഹിസ്റ്ററി കഴിഞ്ഞു, ഇന്ത്യൻ ഹിസ്റ്ററി കഴിഞ്ഞു, പിന്നെ കേരള ഹിസ്റ്ററി എടുത്തു. കേരള ഹിസ്റ്ററി, റിനൈസൻസ് ഓഫ് കേരള പൊളിറ്റിക്സ്, ആസ്ട്രോണമിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. വേൾഡ് ജോഗ്രഫി, പിന്നെ ജോഗ്രഫിയിലേക്ക് കിടക്കുമ്പോൾ ആദ്യം വേൾഡ് ജോഗ്രഫി, പിന്നെ ജോഗ്രഫി ഓഫ് ഇന്ത്യ, പിന്നെ കേരള ജോഗ്രഫി. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ എക്കണോമി കൊടുത്തിട്ടുണ്ട് ഗൈഡിൽ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സയൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവസാനം സയൻസ് ആൻഡ് ടെക്നോളജി. ഇത്രയും ടോപ്പിക്സ് 368 പേജുള്ള ഗൈഡുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ എൻ്റെ ഗൈഡ് വാങ്ങിയിട്ട് ഞാൻ ഈ സ്കൂളുകളിലെ പഴയ 6 തൊട്ട് 10 വരെയുള്ള സ്കൂൾ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്താണ് ഗൈഡ് പ്രിപ്പയർ ചെയ്തത്. ഈ ഗൈഡ് വാങ്ങുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ GK പഠിക്കാൻ സെപ്പറേറ്റ് ആയിട്ടൊരു ഗൈഡ് വേണം. ഇനി 2024 കേരള ലോ എൻട്രൻസ് എക്സാം 3 ഇയർ LLBയുടെ ക്വസ്റ്റ്യൻസ് എടുത്താലും അതിലും ജോഗ്രഫി ഓഫ് ഇന്ത്യ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, യൂണിയൻ ടെറിട്ടറി ഓഫ് ഇന്ത്യ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ട്, ഗോദാവരി റിവർ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതേപോലെ പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ, ഓക്സിജൻ, അതർ ഗ്യാസസ് അറ്റ്മോസ്ഫിയറിൽ അത് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ ഗൈഡിലെ ജോഗ്രഫി ഓഫ് ഇന്ത്യയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മോഡേൺ ഇന്ത്യ ആൻഡ് ഫ്രീഡം സ്ട്രഗിൾ, ഇൻഡോ പാക് വാർ 1947 ഇൻഡോ പാക് വാർ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇന്ത്യൻ എക്കണോമി റിലേറ്റ് ചെയ്ത് 3 ഇയറിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആസ്ട്രോണമി, അത് ബ്ലാക്ക് ഹോളും എർത്തും അത് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. കെമിസ്ട്രിയാണ് വന്നിരുന്നത്. 3 ഇയർ LLBയിൽ കെമിസ്ട്രി, ക്യുക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ വന്നു. വേൾഡ് ജോഗ്രഫി, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതേപോലെ കേരള ജോഗ്രഫിയിൽ സൈലന്റ് വാലി അത് റിലേറ്റ് ചെയ്ത് കേരള ജോഗ്രഫിയിൽ നിന്ന് വന്നു. അപ്പോൾ നമ്മൾ GK എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനത്തെ ടോപ്പിക്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ആയിട്ട് പറഞ്ഞതാണ്, ഇതല്ലാണ്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ വന്നാലും ആ ഒരു പാറ്റേൺ ഇങ്ങനെയാണ്. അതായത് നമ്മൾ +2 ക്വാളിഫിക്കേഷനുള്ള എക്സാമാണ് കേരള ലോ എൻട്രൻസ് എക്സാം. 5 ഇയർ LLB, 3 ഇയർ LLB ആണെങ്കിൽ ഡിഗ്രി കൂടി. അപ്പോൾ ആ ഒരു സ്കൂളിൽ നമ്മൾ പഠിച്ച GK അതാണ് അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ഒരു ഗൈഡ് വാങ്ങി നിങ്ങൾ ശരിക്ക് പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഞാൻ തന്നെ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ. മോഡേൺ ഇന്ത്യ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, സയൻസ് റിലേറ്റ് ചെയ്ത് ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ എക്കണോമി ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്ലാസ്സസ് നിങ്ങൾക്ക് കാണാം, അത് നോക്കി പഠിക്കാം.
അപ്പോൾ ക്ലാസ് വഴി പഠിക്കുക, അതുപോലെ തന്നെ ഒരു ഗൈഡ് വേണം. ഇത് പഠിക്കാൻ GK പഠിക്കാൻ ഒരു ഗൈഡ് വേണം, ഈ ടോപ്പിക്സ് ഒക്കെ ഉള്ള ഗൈഡ് വേണം. അതുപോലെ തന്നെ ഇത്രയും കാലം നമ്മളിപ്പോൾ ജീവിച്ചു വരുമ്പം നമുക്കും നമ്മുടേതായ കുറേ കാര്യങ്ങൾ അറിയാമല്ലോ, അത് നമ്മുടെ ഉള്ളിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഇംഗ്ലീഷ് ഇപ്പോഴേ ദ ഹിന്ദു ന്യൂസ് പേപ്പർ വാങ്ങി വായിച്ചത് പഠിക്കണം. അതിൽ നിന്നും നമുക്ക് GK കിട്ടും. അപ്പോൾ ക്ലാസ്സുകളിലൂടെ GK പഠിക്കുക, ഗൈഡ് പഠിക്കുക, അതുപോലെ തന്നെ നമുക്ക് തന്നെ കുറേ കാര്യങ്ങൾ അറിയാം. പിന്നെ ന്യൂസ് പേപ്പർ, ഇതൊക്കെ കൂടിയാകുമ്പോൾ നമുക്ക് ഈ GKയിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഇനി GK പഠിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ, സയൻസ് സബ്ജക്റ്റ് ഇഷ്ടമുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ആദ്യം തന്നെ ഏത് പഠിക്കുക, ആ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സയൻസ്, ടെക്നോളജി, ഈ ടോപ്പിക്സ് കംപ്ലീറ്റ് ആക്കുക. അത് നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവാതെ പഠിച്ചെടുക്കുക, ആ സയൻസ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റുഡൻസ്. അതേപോലെ അത് കഴിഞ്ഞ് ജോഗ്രഫി, ആസ്ട്രോണമി, അത് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും, അത് പഠിക്കുക. അതിനുശേഷം ബാക്കി ഹിസ്റ്ററി, ആ ആർട്സ് സബ്ജക്റ്റ് അതിലേക്ക് കിടക്കുക. ഇനി +2 ഹ്യൂമാനിറ്റീസ് അങ്ങനെ സബ്ജക്റ്റ് എടുത്ത സ്റ്റുഡൻസിന് നമ്മുടെ ഹിസ്റ്ററി, ഏൻഷ്യൻ്റ് ഇന്ത്യ, മോഡേൺ ഇന്ത്യ, ജോഗ്രഫി, അതൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവും, അത് ആദ്യം പഠിക്കുക. അതിനുശേഷം സയൻസ് ബുദ്ധിമുട്ടാന്ന് തോന്നിയാൽ അതിനുശേഷം എന്ത് കവർ ചെയ്യുക, സയൻസ് പഠിക്കുക. അപ്പോൾ നമ്മൾ ഈ GKക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഇങ്ങനെ തന്നെ പഠിക്കണം. കാരണം റാങ്കുകൾ കോളേജുകളിൽ നിന്ന് നമുക്ക് അഡ്മിഷൻ പോകുന്നത് ചെറിയ മാർക്കിനാണ് റാങ്കുകൾ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഓരോ ക്വസ്റ്റിനും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ GK ഒന്നും പഠിക്കണ്ടെന്ന് വെച്ച് വിട്ട് കളയരുത്. ഒരു ഗൈഡ് വാങ്ങുക, ഗൈഡ് വാങ്ങിയിട്ട് GK പഠിക്കുക. ഏതൊക്കെ കഴിഞ്ഞിട്ട്, ഞാൻ എപ്പോഴും പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനും ഇംഗ്ലീഷും അതേപോലെ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ റീസണിങ് കഴിഞ്ഞിട്ടാണ് ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നന്നായിട്ടിരുന്ന് പഠിക്കുക. ഞാൻ ക്ലാസ്സസും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗൈഡ് വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസ്, ഞാൻ പ്രിപ്പയർ ചെയ്ത ഗൈഡ് വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിന് ഞാൻ നേരത്തെ പറഞ്ഞ ടോപ്പിക്സുകളൊക്കെ അതിലുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ആ ഗൈഡും ഓർഡർ ചെയ്യാം.